അയ്യോ കുഞ്ഞുമോൾ എന്തെങ്ങനെ കരയണേ? വന്ന് കേറിയപ്പോ തുടങ്ങിയ കരച്ചില്ല. ഉഷ്ണം കൊണ്ടാ. എയർ കണ്ടീഷൻ വളർന്ന കുട്ടിയല്ലേ. നിർമ്മല അവിടെ? അവൾ അടുക്കളയിൽ. ഞാൻ എടുക്കാം മോള്. ആ ഈ സഞ്ചി ഉണ്ട് കൊടുത്തേക്ക്. ഹൗ എന്തൊരു പുഴുക്കം. മോള് കരയില്ലേ കേട്ടോ, കരയില്ലേ. കരയില്ലേ മോളെ. പച്ചക്കറി മോളോ? നാരായണന്റെ കയ്യിലുണ്ട്. നീ കരയാണ്? ഏയ് പോക, കണ്ണു നീർന്നു. കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. കുറെ കൂടെ നല്ലൊരു വീട് കണ്ടുപിടിക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇടയുള്ള ഒരു വീട്. ഓ സാരമില്ല ബാലേട്ടാ, നമുക്ക് ഇതൊക്കെ മതി. എമ്മേ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു? എന്തിന്? വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ ഈ നരകത്തെ കൊണ്ടുവന്നാക്കിയത്. ഏയ് ഇല്ല. മറ്റൊരാളുടെ തണലിൽ, മറ്റൊരാളുടെ ഔദാര്യത്തിൽ എനിക്കത് വയ്യനമ്മേ. ചെറുതാണെങ്കിലും വാടക വീടാണെങ്കിലും ഇത് നമ്മുടെയാണ്, നമ്മുടെ മാത്രം. ബാലേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ഉറങ്ങാണോ? ഏയ് ഉറങ്ങുന്നുമല്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല നാരായണ. എന്താ ഇനി പ്ലാൻ? 19 ലക്ഷം രൂപ പലരുടെ കയ്യിലായിട്ടുണ്ട്. കമ്പനി പൊളിഞ്ഞൊന്ന് പരന്നത് കൊണ്ട് ഇനിയിപ്പോ തിരിച്ചു കിട്ടുവോ നോക്കണം. കേസ് കൊടുക്കണം. കേസെന്ന് പറഞ്ഞ എത്ര കാലാ നാരായണട്ടാ നടക്കുക? വക്കീലന്മാർക്ക് കൊടുക്കാൻ പണം എത്ര വേണം? നിമ്മയും മോളും പട്ടിണി കിടക്കരുന്നേ ഇപ്പൊ ആഗ്രഹിക്കണല്ലോ. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ഒരു ടാക്സിയിൽ ഒരു പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തരാവുന്ന വിചാരിക്കണേ. ഒരു വയസ്സുള്ളതിന് 3 നേരം കഞ്ഞി കുടിക്കാൻ കൊടുക്കണ്ടേ? നാരായണേട്ടന്റെ കാര്യം ഞാൻ മറന്നു. ബാല, താക്കോല്. നാരായണേട്ടന് ഒരു ആശയമുള്ളൂ. ഇനിയും ഒരു ബെൻസ് കാറിൽ ഈ മദ്രാസിലൂടെ പറക്കണം. അന്നും പുറകിൽ മുതലാളിയായിട്ടിരിക്കാൻ ഈ നാരായണേട്ടനെ വിളിക്കണം. നാരായണേട്ടാ, നാരായണേട്ടന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ബാലൻ വീണ്ടും വരും. അതുവരെ ഇതിരിക്കട്ടെ. എനിക്കെന്തിനത്? ഇതേ ഉള്ളൂ കയ്യില്. നമ്മുടെ ആദ്യത്തെ വണ്ടിയാ. വിൽക്കാൻ മനസ്സ് വരണില്ല. എന്റെ ഇരുന്ന ഇതും വെക്കേണ്ടി വരും. വേണ്ടെന്ന് പറയുന്നത്. ഇത് നാരായണേട്ടന് ഇരിക്കട്ടെ. யார் நீங்க? உங்களுக்கு என்ன வேணும்? எனக்கு ஐயரை கொஞ்சம் பார்க்கணும். பாலயந்திரம் வந்திருக்குன்னு சொன்னா போதும். அவர் இன்னைக்கு காலையிலே பெங்களூர் போயிட்டாரு. ஒரு வாரம் கழிச்சு தான் வருவாரு. நான் வரும்போது அவரு மாடியிலையா? உங்களுக்கு தோணுதா இருக்கும் மிஸ்டர். இங்க பொம்பளைங்க மட்டும்தான் இருக்கும். தண்ணி போட்டீங்க வந்து தகராறா பண்றீங்க? ஏதாவது சொல்லணும்னா அது போன் பண்ணும்போது சொல்றேன். நேர்ல பார்த்து சொல்ல வேண்டிய விஷயம். அவர் எங்கிட்ட இருந்து 2 லட்சம் ரூபாய் கடனா வாங்கியிருக்காரு. அதை பத்தி தான் பேசணும். இத பாருங்க, அவர் வரும்போது நான் சொல்றேன். உங்களுக்கு அவரை கண்டிப்பா பார்க்கணும்னா ஒரு வாரம் கழிச்சு வாங்க. കടം ചോദിക്കാൻ വരുമ്പോ എന്തായിരുന്നു റെസ്പെക്ട്? ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഭിക്ഷ ചോദിച്ചില്ലെന്ന് തെണ്ടിയെ പോലെ എത്ര പേരുടെ മുന്നിൽ കൈനീട്ടി കാല് പിടിച്ചു. എന്നിട്ട് കിട്ടിയതെല്ലാം കൂടെ 10,000 രൂപ. ഒന്നും ആലോചിക്കേണ്ട ബാലേട്ടാ, കിട്ടുന്ന ലാഭമൊന്നും കരുതിയേ മതി. ഒരാളെ ഞാൻ വിടുവൊന്നുമില്ല, കേസ് കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ആരും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. മോൾ ഉറങ്ങിയില്ലേ നിമ്മി? ഈ ചൂടുകൊണ്ടിട്ട് എന്റെ മോള് തളർന്നു പോയി. പാവം. നിനക്ക് ചൂടും തളർച്ചയൊന്നുമില്ലേ നിമ്മി?
ഓ, കൊച്ചുകുട്ടിയെ പോലാണോ ഞാൻ? ഈ തൊഴുത്തുപോലുള്ള വീട്ടിലേക്ക് കഷ്ടപ്പാടൊക്കെ പെട്ടിട്ട് നീ എങ്ങനെ ചിരിക്കുന്നു നിമ്മി? ഇതാ നല്ല തമാശ. കഷ്ടപ്പാട് എനിക്ക് തോന്നണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മരിച്ചാലോ എന്ന് വരെ ആലോചിക്ക. നാളെ എന്ത് അറിയില്ല. പുറത്തിറങ്ങിയ പരിഹാസം, അവമാനം. മദ്യം കഴിച്ചിട്ട് പോലും തലയ്ക്ക് പിടിക്കില്ല. ഇങ്ങനെ മനസ്സ് മാത്രം കേടുവോ മനുഷ്യന്? മഴവിൽ കോടിയാൽ പാവാടയേകിട പൊന്നായ പൊന്നു കൊണ്ടുകൂട മഴവിൽ കോടിയാലെ പാവാടയേകിട പൊന്നായ പൊന്നു കൊണ്ടു മൂടി മൂടി ഓമനിക്കാം പാൽക്കനവിൽ നീരാടാം കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്
എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ബാലന്റെ ഈ മാറ്റം. ഇന്നാളൊരിക്കൽ നാരായണൻ നോക്കുമ്പോ നടു റോട്ടിൽ നിന്ന് ഒരാളായിട്ട് വഴക്കുണ്ടാക്കണം. കുടിച്ച ഒരു ബോധവും ഇല്ല. നാരായണൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ മോര് ഇലക്കി കൊടുത്തു. ഊണും കഴിഞ്ഞൊന്ന് ഉറങ്ങിയ പിന്നെയാ എവിടെയാ എന്താന്നൊക്കെ അറിയണത് തന്നെ. എന്താ പറയാ, എന്റെ യോഗം. ചില നേരത്തെ വിഷമവും സങ്കടവും കാണുമ്പോ കുടിക്കണമെങ്കിൽ കുടിക്കട്ടെ എന്ന് തോന്നും. എങ്ങനെ ജീവിച്ച ആളാ. മോള് കരയണ്ട, ഒക്കെ ശരിയാവും. കേസ് കഴിയുമ്പോ നല്ലൊരു തുക കിട്ടുന്ന നാരായണൻ പറഞ്ഞത്. പിന്നെ നന്നായിക്കോളൂ, പഴയതിനേക്കാൾ വലിയ നിലയിലെത്തും. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും. കുറച്ച് ദിവസമായി തന്റെ ഓഫീസിലൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടി. എന്റെ ഭാഗ്യം. ആ, സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഞാന് ഒന്നും കഴിച്ചിട്ടില്ല. ആ, കഴിക്കാൻ വാങ്ങാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, എന്താ വേണ്ടത്? അതല്ല, രാവിലെ കഴിക്കാന്നിട്ട് കായ്ക്കൊക്കെ ഒരു ഒരു 2 പെഗ്. അത് ശരി. അതിപ്പോ ഓഫീസിൽ പറ്റില്ലല്ലോ. വേണ്ട, മറന്നു കഴിച്ചോളാം. 2 പാക്കിന് എത്ര ആശാവും? 100 രൂപ ആയിക്കോട്ടെ. വണ്ടിക്ക് ലേശം പെട്രോൾ അടിക്കണം. സാർ, ഞാനിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരുമാനമൊന്നും ആയിട്ടില്ല. ഇല്ല, ഇനി ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഉണ്ടെങ്കിൽ തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല, സാറിന് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ മനസ്സ് വിഷമിക്കും. അതുകൊണ്ടാ. ഇത്തവണ എന്നെ ഉപേക്ഷിക്കരുത്. താങ്ക് യു. സാർ എന്നോട് താങ്ക്സ് പറയരുത്. സാറിന്റെ ചോറാണ് ഈ ശരീരം. എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്യോ? ഇനി കാശ് മാത്രം ചോദിക്കരുത്. കാശല്ല, തന്റെ ഈ ബിസിനസ്സിൽ എന്നെ കൂടെ ചേർക്കാവോ? അയ്യോ സാർ, അത് വേറൊന്നും വേണ്ട, ഒരു ജോലി പോലെ മതി. വേറൊരിടത്ത് നിന്ന് ജോലി ചോദിക്കാനുള്ള വിഷമം കൊണ്ടാ പലരും തരാൻ മടിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രസ്റ്റീജ്. ഇവിടെ ആവുമ്പോ തനിക്ക് എന്നെ അറിയാം, എനിക്ക് തന്നെ അറിയാം. ആ ഒരു റെസ്പെക്ട് താൻ എനിക്ക് തരുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. സാർ, അത് തന്നെ എന്റെയും പ്രശ്നം. സാർ ഇവിടെ ഒരു ജോലിക്ക് വരികയെന്ന് വെച്ചാൽ എനിക്കത് വയ്യ സാർ. സാറിന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നതന്നെ വിറച്ചിട്ടാ. സാരല്ല, വേണ്ട. എന്തേലും ഒരു തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ നിമ്മയ്ക്ക് സന്തോഷമാവുമായിരുന്നു. ചേച്ചി എന്ത് ചെയ്യുന്നു സാർ? സുഖമായിരിക്കണോ? ഞാൻ പറഞ്ഞു തന്റെ കാര്യം. അവൾക്ക് ഇഷ്ടായി തന്റെ ഈ ഉയർച്ച. താൻ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? വരാം സാർ, ഒഴിവ് കിട്ടണ്ടേ. ചേച്ചിയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വരൂ, തനിക്ക് എപ്പോ വേണേലും വരാലോ അവിടെ. വൈകാതെ വരാം. ആ, നീ പാട്ട് എവളോ? 20 രൂപ. സാറേ, സാറേ. ആ, ഇതാരാ? വാവാ, കേറ്. വീട് തെറ്റെന്ന് സംശയം ഉണ്ടായിരുന്നു. നാരായണേട്ടൻ പറഞ്ഞിട്ട് ഓർമ്മയുള്ളേ. ഇരിക്കേ ഇരിക്കേ. സാറ് നിൽക്കുമ്പോ ഞാൻ ഇയാളെ കൊണ്ട് തോറ്റല്ലോ. നിമ്മി, ധാരാ വന്നിരിക്കണം നോക്കിയേ. സുധാകരൻ മുതലാളി. കളിയാക്കണ്ട സാറേ. ചേച്ചി മറന്നോ? ഏയ് മറക്കേ. ചേച്ചിക്ക് ഒരു ക്ഷീണമില്ല, പണ്ട് കണ്ടതുപോലെ തന്നെ. മോളെ, മാമന് ഓർമ്മയില്ലേ? ഓ മോളെ, ഞാൻ മറന്നു. ഒന്നും വാങ്ങിയില്ല. ഓ, അത് സാരല്ല. നിമ്മി, സുധാകരന് ഊണ് വേണം. എനിക്ക് ഊണൊന്നും വേണ്ട. എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. വേണ്ട ചേച്ചി, ആ സമയത്ത് കയറി വന്ന് ഊണ് കഴിക്കാൻ ഞാൻ അത്ര കോമൺ സെൻസ് ഇല്ലാത്തൊന്നുമല്ല. കാപ്പി എടുക്കാം, പാലില്ല. വേണ്ട ചേച്ചി, ചേച്ചി ബുദ്ധിമുട്ടണ്ട. ഞാൻ സാറിന്റെ ഒരു കമ്പനി ചോദിക്കാൻ വന്നതാ. ഒന്ന് സേലം വരെ പോണം, ഒരാളെ കാണാനാ. സാർ എനിക്കൊരു കമ്പനി തരണം. ഇപ്പോഴോ? ഇപ്പൊ ഞാനില്ല. നിമ്മി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിനെന്താ, ഇവിടെ അടുത്തടുത്ത് വീടുള്ളതല്ലേ. നമുക്ക് സാറിന് കാറും കൊണ്ട് പോകാന്നേ. പെട്രോളൊക്കെ ഞാൻ അടിച്ചോളാം. സാർ എനിക്കൊരു കൂട്ട് വന്നാൽ മതി. ഞാനില്ല സുധാകര, അത്ര ദൂരം ഓടിക്കാൻ എനിക്ക് വയ്യ. നിമ്മി സമ്മതിക്കില്ല. നമുക്ക് കുറേശ്ശെ അടിച്ചടിച്ച് വർത്താനം പറഞ്ഞ് പാട്ടും പാടി പോവാന്നേ. അതിന് സാധനമുണ്ടോ? ഫോറിനാ? എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ ഒന്നും നോക്കണ്ട സാറേ, പെട്രോൾ ഞാനല്ല അടിക്കുന്നത്. നമുക്ക് ജോളിയായിട്ടൊന്ന് പോയിട്ട് വരാം. സാർ ഇപ്പൊ 2 എണ്ണം അടിച്ചൊന്ന് ഉഷാറാവും. നിമേ, 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്ത്. ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടല്ലോ, ഇനിയും കുടിക്കണോ? നീ ഗ്ലാസ് എടുക്കണമേ. വേണ്ട, ഇവിടെ ഇല്ല ഗ്ലാസ്.
അങ്ങനെ കുടിക്കില്ല സാറേ. ഞാൻ എടുക്കാം ഗ്ലാസ് വെള്ളം. വീട്ടിലും തുടങ്ങിയോ? എങ്ങടെ രാത്രിയില്? എനിക്കൊന്ന് സേലത്തിന് പോണം. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? സുധാരണ സേലത്ത് പോയിട്ടൊരു ആവശ്യമുണ്ട്. ഞങ്ങള് കാറിൽ പോവും. പെട്രോൾ അവനടിക്കും. അയാൾക്കൊരു കാറ് വാടകയ്ക്ക് വിളിച്ചു പോയിക്കൂടെ? ബാലേട്ടൻ എന്തിനാ പോണത്? അവനൊരു കൂട്ടല്ല, ഡ്രൈവർ. ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ സേലത്തിനോ കോയമ്പത്തൂർക്കോ നിങ്ങൾ ഡ്രൈവറായി പോവും. 10 പൈസ ചെലവില്ല. നല്ല ബുദ്ധി. നീ വളഞ്ഞ വഴിയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെങ്കിൽ അവനെ കൊണ്ട് ഉണ്ടാവൂ. ബാലേട്ടാ, ഇത്ര ശുദ്ധനാവരുത്. ഇത് ശുദ്ധതയല്ല, ഫൂളിഷ്നെസ് ആണ്. നിനക്ക് ഞാനിപ്പോ ഒരു ഫൂളാണ്, എനിക്കറിയാം. സ്വയം ആവാണ്. മദ്യത്തിന് മുന്നിൽ ബാലേട്ടന്റെ ബുദ്ധിയും ബോധവും ഒക്കെ പോവും. പിന്നെ ഒരു ബഫൂൺ ആകാനും ബാലേട്ടന് മടിയില്ല. നിമേ, ഇല്ല, ഞാൻ മിണ്ടണില്ല, ഒന്നും മിണ്ടണില്ല. എന്ത് സഹിക്കാൻ തയ്യാറായി വന്നോളാണല്ലോ. എന്ത് സഹിക്കാം? എന്ത്? ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടെങ്കിൽ നാരായണേട്ടനോ ശാരദയെടുത്ത് വിളിച്ചിങ്ങടെ വിടാം. വേണ്ട, ആരെയും വിളിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. മുത്തശ്ശന്റെ ചക്കര കുട്ടിയല്ലേ? ഞാനെന്നാ വീട്ടിലേക്ക് പോട്ടെ മോളെ. ഞാൻ വന്നുകൊണ്ടാണോ? അല്ല, നാരായണന്റെ ഉച്ചയ്ക്ക് ഉണ്ണാനെത്തും. ചെന്നിട്ട് വേണം അരിയെടുപ്പ് തരാൻ. നാരായണ സുഖാണല്ലോ? അസുഖമൊന്നുമില്ല. കാറിനടിക്ക് നാളികേരുണ്ട്, വേണം 2 എടുത്തു. വേണ്ട, വീട്ടിലുണ്ട്. ബാലേന്ദ്രൻ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. വരും. അച്ഛൻ കള്ളു കുടിക്കും മുത്തശ്ശ. ആരാ എന്തിനോട് ഇങ്ങനെ പറഞ്ഞേ? അച്ഛൻ അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. നേരെ ഒരുപാട് ആയാലോടി. എന്നും ഇങ്ങനെയാണോ പതിവ്? നേരത്തെ വരാറുണ്ട്. കേസിന്റെ വല്ല കാര്യത്തിനും വേണ്ടി എവിടെയെങ്കിലും പോയതായിരിക്കും. അർദ്ധരാത്രിക്കല്ലേ കേസ്? ഞാൻ അറിയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ. കണ്ട ബാറിലും ഷാപ്പിലൊക്കെ ചെന്നിരിക്കുക, പരിചയക്കാരോടൊക്കെ ഇറക്കുക. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല അച്ഛൻ പറഞ്ഞു. വിഷമം കൊണ്ടാ. ലാളിച്ചു വളർത്തിട്ട് നീ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോ അമ്മ അതാ ഇങ്ങോട്ട് വരാത്ത. എല്ലാം ശരിയാവോ അച്ഛാ? ഞാനും അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ എന്റെ വിശ്വാസമൊക്കെ പോയി. ഇല്ലായ്മയെന്ന് വളർന്ന വിചാരിച്ച വേണമെങ്കിൽ ഇപ്പോഴും ആവാമല്ലോ. വിചാരിക്കില്ല. ഒരു പെൺകുട്ടി ഉണ്ടെന്നെങ്കിൽ ഓർക്കണ്ടേ. കേസ് വിധിയാവുമ്പോ കടം കൊടുത്തൊക്കെ തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ ചെയ്യണോന്ന് പറഞ്ഞ് പല ബിസിനസ്സുകളും ആലോചിക്കണുണ്ട്. കേസ് എന്ന് കഴിയാനാ? സിവിൽ കേസ് 10-12 കൊല്ലം എടുക്കും. ജീവിതത്തിൽ നല്ല കാലം പോയില്ലേ. ഞാൻ എന്തെങ്കിലും ഒരു ഏജൻസിയോ ബിസിനസ്സോ തുടങ്ങി കൊടുക്കാന്ന് പറഞ്ഞാ അഭിമാനം സമ്മതിക്കില്ല. ആര് ചെയ്ത പാവത്തിന്റെ ഫലമാണാവും. ആ, എഴുന്നള്ളിട്ടുണ്ടല്ലോ. കാറോ? വർക്ക്ഷോപ്പിൽ കൊടുത്ത് സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി കേടട്ടെ എത്ര നേരാ പണിഞ്ഞേ? അച്ഛനടിക്ക്. ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. എന്നെ ഒന്ന് കണ്ടുപോകാന്ന് വെച്ചാ ഇത്ര നേരം കാത്തത്. അങ്ങോട്ടൊന്നും വരില്ലല്ലോ. നേരം കിട്ടണ്ടേ? അച്ഛന്റെ പൊന്നുമോൾ ഊണ് കഴിച്ചോ? എവിടുന്ന ഇത്? വഴി നിന്നൊക്കെ മേടിച്ച കൊച്ചിന് കൊടുത്ത വല്ല അസുഖം വരും. ഒന്നുമില്ല, എന്റെ മോക്കൊരു അസുഖം വരില്ല. എന്റെ ബുദ്ധിമുട്ട് അവക്കറിയാം അല്ലേ മോളെ? ബാലേന്ദ്ര, ഇനി ഇങ്ങനൊക്കെ ആയാ മതിയോ? ഇതൊക്കെ മാറും. എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. 7 രൂപയെന്ന് വളർന്ന് വലുതായതാ ഈ ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ അത് മതി ക്യാപിറ്റൽ. 7 rupees. പക്ഷെ ഇപ്പോ സമയം ശരിയല്ല. അടുത്ത ആഗസ്റ്റ് വരെ കണ്ടകശനിയാ. അതുപോട്ടെ, നിമി ചോറോളം ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങാം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നിന്നെ. അടുത്ത ആഴ്ച എൻ്റെ ഷഷ്ടി പൂർത്തിയാ, 7-ാം തീയതി. നമ്മളെല്ലാരും ഒന്ന് കൂടുന്നു, അത്രേ ഉള്ളൂ. നീ നിന്നെയും വേണം. എന്താ ഒന്നും ഉണ്ടാത്ത? നിമി മോളും വരും. എനിക്കന്ന് കേസുണ്ട്. 7-ാം തീയതി ഞായറാഴ്ചയാ. ഞായറാഴ്ച എന്ത് കേസ്? ഞാൻ വരില്ല. ഞാൻ വന്നാ ശരിയാവില്ല. എല്ലാരും കൂടിയില്ലേ അങ്ങ് വേണ്ടെന്ന് വെക്കേ ഉള്ളൂ. വരും അച്ഛാ, ഞങ്ങൾ വരും.
എന്താ വൈകേ? വരൂ. സത്യം പറ, ബാലേന്ദ്രനെ വിളിച്ചില്ലല്ലേ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, മൂപ്പിലാന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനെ നേരിട്ട് പോയി വിളിച്ചതാ. ഓ, അപ്പൊ നേരിട്ട് ഒന്ന് വിളിക്കുവല്ലേ? നമ്മളെയൊക്കെ ഫോണില് വേണേ വന്നിട്ട് കൂടാന്ന്. ആ, ഇപ്പോഴും ഇളയ മരുമോനോടാ കൂടുതൽ സ്നേഹം. ആ, വന്നല്ലോ ഹരിചന്ദ്രന്റെ ഡമ്മി. ആ, ഇതിപ്പോഴും ഉണ്ടോ നിർമ്മലയുടെ വെള്ളക്കുതിര? ഇത് 10 പെറ്റ പട്ടിയെ പോലെ ആയാലോടി നിർമ്മലേ. പഴകിയാൽ ഏത് പോലീസും ഇതുപോലെ ആകും കൃഷ്ണേട്ടാ. മിടുക്കി, നിന്റെ നാക്കിന്റെ മൂർച്ച പോയിട്ടില്ല. ആ, ചെല്ല് ഇളയ മരുമോനെ കാണാൻ അച്ഛൻ വിഷമിച്ചിരിക്ക. വാ, നമുക്ക് എന്താ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാത്ത? വല്ല വിരോധമുണ്ടോ? എന്ത് മിണ്ടാനാ? ഞാൻ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, ഹരിചന്ദ്രൻ. നിന്റെ വേഷവും മട്ടും ഒക്കെ കണ്ട നീ ഇപ്പോഴും ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ. ടിപ് ടോപ്പ്. പലരും വരുന്ന ഫംഗ്ഷൻ അല്ലേ? ആ, കിടക്കട്ടെ, കുളിയില്ലെങ്കിലും കൗവീനം പെരപ്പുറത്തല്ലേ. ബാലേട്ടൻ വാ, അച്ഛൻ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ആ, ശരിയാ, മൂപ്പിലാൻ കരച്ചിലോട് കരച്ചില്ല. ആ, ഒരു മിനിറ്റ്. വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ നീ വരില്ലായിരിക്കും. അച്ഛൻ ഇപ്പഴാ സന്തോഷായേ. മുത്തശ്ശന്റെ ചക്കരക്കുട്ടിയല്ലേ. അച്ഛാ, ഇതിന്റെ വിലയും ക്വാളിറ്റിയും ഒന്നും അച്ഛൻ നോക്കരുത്. എന്താ മോളെ നീ പറയണേ? ഇതല്ലേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം? എന്താ ഇത്? ഒരു മുണ്ടും ജുബയോ? ഇന്ന് അച്ഛൻ ഉടുക്കുന്നില്ല. പലവാ, ആളുകളെയൊക്കെ ഒന്ന് കാണാം. വേണ്ട, ഞാനില്ല. പലരും ചോദിച്ചു നിന്നെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. ഞാനില്ല, പ്ലീസ്. ശരി, വേണ്ട, എനിക്ക് മനസ്സിലാവും. എന്നാ അകത്തേക്കല്ല, അമ്മ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുക. ഇന്ദുമോളെ, വല്യമ്മേ മറന്നു നീ. നിമി, നല്ല പണിയാ നീ കാണിച്ചത്. ഇന്നലെ വരണ്ടേ? എന്തായിരുന്നു രസം. ബാംഗ്ലൂരിൽ നിന്ന് അമ്മായി അമ്മാവനും ഒക്കെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ മുതൽ നിന്നെ ചോദിക്കണതാ. വാ. ബാലേന്ദ്ര, നീ എന്താ ഒറ്റയ്ക്കോടെ വന്നിരിക്കണേ? ബാ, ഊണ് കഴിക്കാം. ഇപ്പൊ വേണ്ട, എല്ലാരും കഴിക്കട്ടെ. ഞാനും നിമ്മയും കൂടെ പിന്നെ ഇരുന്നോളാം. കൃഷ്ണകുമാരൻ രാധാകൃഷ്ണനൊക്കെ ഇരുന്നു. അവരിരിക്കട്ടെ അച്ഛ, ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ പിന്നെ ഇരുന്നോളാം. ഇതേതാ ഈ മുണ്ടും ജുബേ? ബാലനും നിമ്മയും കൊണ്ട് തന്നാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ബാ, നമുക്കിരിക്കാം. അവന്റെ ഇഷ്ടത്തിന് ഉണ്ണട്ടെ. അച്ഛനും അമ്മയൊക്കെ ഇരുന്നോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിന്നെ അപ്പിറ്റൈസർ വല്ലതും വേണമെങ്കിൽ ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവന്മാർക്ക് ഒച്ച ഉണ്ടാക്കാതെ ഒഴിച്ചു. മടിയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടം പോലെ കഴിക്കാൻ അവകാശം അധികാരമുള്ളവനാ. ഇവന്മാരെക്കാൾ കൂടുതൽ കഴിക്കാൻ അവകാശമുണ്ട്. അറിയോ? അറിയാം സാർ. എന്തറിയാം? ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഓ, അത് ശരി. ആരും അറിയാണ്ട് വന്ന് കേറ്റുമായിരുന്നു. അതെ, സാറിന് വല്ല നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? ഊണ് കഴിച്ചപ്പോ കണ്ടില്ല. ഞാൻ വിചാരിച്ച് പിണങ്ങിയിരിക്കുകയാണെന്ന്. ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പനി തരായിരുന്നു. നോനോ, നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഇല്ല. അത് വേണ്ട. ബാലേന്ദ്രൻ പുകഞ്ഞ കൊള്ളിയാ, അപ്പൊ പുറത്ത് നിൽക്കണം. നമ്മളൊക്കെ വലിയ വലിയ പോലീസ് ഓഫീസർമാരും വക്കീലന്മാരും ഒക്കെ അല്ലേ. ഞാനൊരു പാവം വഴിയാധാരം. കൃഷ്ണേട്ടൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ. ബാലേന്ദ്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓ, സാറ് വലിയ തമാശക്കാരനാണല്ലോ, എനിക്കറിയാം. ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞേ? കൗബീനം പുറത്തിട്ടേച്ച് വന്നിരിക്കുകയാണെന്നോ? സാറേ, പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ. അവിടെ DSP ആകാം, SP ആകാം, IG ആകാം. അത് അവിടെ മതി. ഇവിടെ മനുഷ്യന് വെറും മൊറ്റതൊക്കെ കള്ളു കുടിച്ചിട്ടുണ്ട്. അത് ഞാനും കുടിച്ചിട്ടുണ്ട്. പക്ഷെ വർത്തമാനം സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ DOSP ആരാ SP ആരാന്ന് ഞാൻ കാണിച്ചു തരും. പോട്ടെ. താൻ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മൂക്കി വലിക്കോ? ബാല, പോട്ടെ ക്ഷമിക്കാം പ്ലീസ്. സംസാരിക്കുമ്പോ താനും സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ബാലേന്ദ്രൻ ആരാണ് താൻ അറിയും. എന്താ ആകെ നശിപ്പിച്ചല്ലോ. എല്ലാം നാണം കെടുത്താനാണോ രണ്ടാളും കൂടെ? എന്തറിയാനാണ്? കൃത്യമായിട്ട് അറിയാൻ തന്നെ. വേണ്ട, ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണേ?
ദ്രോഹിച്ചു? ഞാൻ ആരെ ദ്രോഹിച്ചു? മായ നിർത്ത്, ഞാനൊന്നും പറയണ്ട. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് തന്നെ പോകണം. സുഭദ്രേ, ഈ നിമിഷം നമ്മളോട് ഇറക്കണം. കൃഷ്ണ, പോട്ടെ, ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാണ്. ഇനി ഈ വീട്ടിൽ ഇവനും ഞാനോട് ശരിയാവില്ല. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ ഞാൻ. ആരും വിഷമിക്കണ്ട. ബാലേന്ദ്രൻ പണ്ടേ പുറത്താ. അകത്ത് കിടക്കാൻ ഒരു താല്പര്യമില്ല. നിമ്മി മോളെടുക്ക്. ബാലേന്ദ്ര, ഇന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം എന്താ? ഞങ്ങൾ ഉണ്ടാവുന്നു നിങ്ങൾക്കൊക്കെ സമാധാനക്കേടാണ്. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. എന്താ, നീ വരുന്നോ? ഇല്ലേ? വരുന്നില്ലേ? വേണ്ട. മോളെ, ബാലേന്ദ്രനോട് പോരെന്ന് പറ. പോട്ടെ, അതാണ് അച്ഛാ നല്ലത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ശത്രുക്കളാവും. സൈക്കിളിനുണ്ടൊരു അതിര്. കാണുമ്പോഴൊക്കെ അയാൾ ഓരോന്ന് പറയാ. ഇന്ന് നല്ല നേരത്തിനാ വന്ന് കിട്ടിയത്. ശരിക്ക് കൊടുത്തന ഞാൻ. നീ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് വിധിയില്ല. കഴിഞ്ഞോ? ഒരു ദിവസം ആക്കണ എന്തിനാ? ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു അച്ഛന്റെ കൂടെ. പക്ഷേ ബാലേന്ദ്രനെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്റെ ശല്യം ഒഴിവാമല്ലോ അല്ലേ? നിനക്ക് സുഖം പോരല്ലോ. ബംഗ്ലാവ് AC ഇല്ലാതെ നിനക്ക് എന്ത് സുഖം? മനസാക്ഷിക്ക് നിരക്കാൻ സംസാരിക്കരുത് ബാലേട്ട. പിന്നെ നീ പറഞ്ഞതിന് എന്താ അർത്ഥം? എന്റെ കൂടെ എന്റെ അവസ്ഥയ്ക്കൊത്ത് കഴിയാൻ നിനക്ക് സുഖം പോരല്ലോ. ബാലേട്ടൻ എനിക്ക് ഭയങ്കര സുഖവും സമാധാനമാണല്ലോ തരണത്. പാതിരാത്രി ആവുമ്പോ കയറി വരും. വരണതോ തലയ്ക്ക് ബോധമില്ലാതെ. എന്താ സന്തോഷം, എന്താ സുഖം. നിനക്ക് മനസ്സിലാവില്ല എന്റെ മനസ്സ്, എന്റെ ദുഃഖം. ഒന്നും മനസ്സിലാവില്ല. മൂക്കറ്റം കള്ളു കുടിച്ച തീരുന്നാണല്ലോ ബാലേട്ടന്റെ ദുഃഖം. ഇപ്പൊ അതില്ലാതെ ഒരു നിമിഷം ഉണ്ടോ? ബാലേട്ടൻ എല്ലാം മറക്കണം. ഞാനൊരു കുട്ടി ഇതിന്റെ അകത്ത് കിടന്ന് നരയിക്കണത് ഓർക്കണ്ട. എന്റെ അച്ഛൻ മാസം കൊണ്ട് തന്നില്ലെങ്കിൽ കഞ്ഞി കുടിക്കൂ. ഒക്കെ മറന്നു. സഹിക്കാൻ പറ്റണ്ടാവുമ്പോ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അതിനെ കൊണ്ട് ഞാനും ചാവും. ശല്യം ഒഴിയട്ടെ, പിന്നെ ബാലേട്ടന്റെ ഇഷ്ടം പോലെ ആവാം. നിമ്മി, കരയല്ലേ നിമ്മി? നീ എന്തൊക്കെയാ പറഞ്ഞ? ബാലേട്ടൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറ്റണില്ല മോളെ. എല്ലാ രാത്രി ആലോചിക്കും, ഇനിയില്ല, നാളെ മുതൽ തൊടില്ല. നേരം വെളുക്കുമ്പോൾ അത് മറക്കും. കുടിച്ചില്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ ഉമിത്തി പോലെ എരിയും. തല പെരുക്കും, നാക്ക് വരും, കൈക്കൊക്കെ ബലം കുറയും. ഞാൻ എന്താ ചെയ്യും? നിമ്മി, ബാലേട്ടനിപ്പോ ജീവിക്കാൻ ആശയമുണ്ടായി. നീയും മോളും ആരുമില്ലാണ്ടാവും ഓർക്കുമ്പോഴാ അതിനും കഴിയത്തില്ല. അല്ലെങ്കിൽ എന്നെ നിമ്മി, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്താലും നീ കാര്യാക്കരുത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് മാത്രമേ ഉള്ളൂ ബാലേട്ടൻ്റെ ഉള്ളിൽ. ബോധമില്ല ഉണ്ടാവും. എനിക്കറിയില്ല എന്താ പറയണേ, എന്താ ചെയ്യണേ. അതൊക്കെ നീ ക്ഷമിക്കണം കേട്ടോ. എന്തിരിപ്പാ ബാലേട്ടാ ഇത്? ക്ഷീണം ഉണ്ടെങ്കിൽ ഊണ് കഴിച്ച് കിടക്കാം. മോളുറങ്ങിയോ? ഞാൻ ഊണ് വിളമ്പട്ടെ. എന്താ സാറേ ഒരു പനി പിടിച്ച പോലെ? സുഖല്ല, പിന്നെ വണ്ടിക്കും ചെറിയ തകരാറുണ്ട്. അതിന് എനിക്കെന്തെങ്കിലും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അവനൊരു സാധനം തന്നു. അപ്പൊ ഞാൻ സാറിനെ ആലോചിച്ചു. നന്നായി. ഞാൻ ആകെ ഒരു സുഖമില്ലാണ്ടിരിക്കായിരുന്നു. ഞാൻ പോയി ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചേച്ചി എടയോ? അതൊന്നും സാരല്ല, താനിരിക്കും. എന്തിനാ ഗ്ലാസും വെള്ളം? സുധാകരൻ വന്നിട്ടുണ്ട്, നീ ഊണ് കഴിച്ച് കിടന്നോ. ബാലേട്ട കഷ്ടമാണ് കേട്ടോ ഇത്. ഞാൻ സമ്മതിക്കില്ല. നിമ്മി, പറഞ്ഞത് കേട്ടാ മതി.
എന്നെ ഭരിക്കാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. ബാലേട്ടൻ ഞാൻ കാല് പിടിച്ച് നീ പറയാണ്. ഒന്നും പറയണ്ട. വെള്ളം തീർന്നല്ലോ സാർ. ആ ഞാൻ എടുത്തരാം. വിളിക്കുന്ന വേണ്ട വേണ്ട സാർ ഇരിക്കെ, ഞാൻ എടുത്തോളാം. അടുക്കളുണ്ടാവും. ആ അത് ശരി, അതും കാലിയാക്കിയ സാറേ. സാറേ സാറേ ചേച്ചി, ഞാൻ വെള്ളം ചേച്ചി തെറ്റിദ്ധരിക്കരുത് ചേച്ചി. സാറിനോട് പറയല്ലേ, ഞാൻ വേറെ ഒന്നുമല്ല. ഞാൻ പോയിക്കോളാം. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടാ. മരിച്ചുപോയോ? മരിക്കുന്നതാണ് നല്ലത്. സ്വന്തം ഭാര്യയുടെ മാനം പോലും കാക്കാൻ